ഈ ലോകത്ത് എന്ത് സംഭവിച്ചാലും ഒരു മുഅ്മിനായ മനുഷ്യനൊന്നും സംഭവിക്കും. പിന്നെ നമുക്ക് ഈ ആവലാതി വരുന്നത് എന്താ ആവലാതി? ഈമാൻ ഉറച്ചിട്ടില്ല. ഈമാൻ പഠിച്ചിട്ടുണ്ട്, 5ാം ക്ലാസ്സിൽ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഈമാൻ പഠിച്ചിട്ടുണ്ട്, 7ാം ക്ലാസ്സിൽ സർട്ടിഫിക്കറ്റും കിട്ടിയിട്ടുണ്ട്. ഈമാൻ പഠിച്ചിട്ടുണ്ട്, 10ാം ക്ലാസ്സിലെ വലിയ സർട്ടിഫിക്കറ്റും കിട്ടി പോന്നിട്ടുണ്ട് മദ്രസയിൽ നിന്ന്. എന്തില്ല? ഈമാൻ പഠിച്ചിട്ടുണ്ട് അക്കാദമിക്കൽ ലെവലിൽ. എന്തില്ല? പറ. ഈമാനില്ല. നമ്മളെ വലിയപ്പാർക്ക് സർട്ടിഫിക്കറ്റ് ഇല്ല, ഈമാൻ ഉണ്ട്. നമുക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഈമാൻ. നമ്മൾ ഈമാൻ കാര്യത്തിൽ ഇത്ര മാർക്ക്, ഫിഖിൽ ഇത്ര മാർക്ക്, അഖീദയിൽ ഇത്ര മാർക്ക്, താരീഖിൽ ഇത്ര മാർക്ക്. നമുക്ക് എന്തുണ്ട്? നമുക്ക് ഈമാൻ ഇസ്ലാമിൽ സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഈമാൻ ഇല്ല. അവർക്ക് സർട്ടിഫിക്കറ്റ് ഇല്ല, ഈമാൻ. ചിന്തിക്ക്. അവിശ്വാസികളെ നിനക്ക് കാണാൻ കഴിയും. എന്തായി കാണാൻ കഴിയും? അവർ ഭൗതിക ജീവിതത്തിന് വലിയ കൊതിയുള്ളവരായി ഈ ലോകത്ത് ജീവിക്കാൻ അവർക്ക് വല്ലാത്ത കൊതിയാണ്. ഇതിന്റെ അർത്ഥം എന്താ? വിശ്വാസിക്ക് അത്ര വലിയ കൊതിയൊന്നും ഇല്ല. അപ്പോൾ ആർക്കൊക്കെ ഇവിടെ വല്ലാതെ ജീവിക്കാൻ കൊതിയുണ്ടോ അവർക്ക് എന്തില്ല? ഈമാനുമില്ല. പുറത്തു പറയണ്ട. കള്ളി പൊളിഞ്ഞോ കള്ളി. ولتجدنهم أحرص الناس على حياة ولتجدنهم പരിശുദ്ധ അൽ ബഖറ വലതജിദന്നഹും അവിശ്വാസികളെ നിനക്ക് കണ്ടെത്താൻ കഴിയും. അഹ്റസന്നാസി ജനങ്ങളിൽ ഏറ്റവും അത്യാർത്തിയുള്ളവരായി അലാ ഹയാ ഈ ലോകത്ത് ജീവിക്കുന്നതിൻ്റെ മേൽ. അപ്പോൾ അവിശ്വാസികൾക്ക് ഈ ലോകത്ത് ജീവിക്കാൻ വലിയ ബുദ്ധിയാണ്. ഖുൽ യാ അയ്യുഹല്ലദീന ഹാദു ഇൻ സഅംതും അന്നകും ഔലിയാഉ ലില്ലാഹ് ഫതമന്നവുൽ മൗത ഇൻ കുൻതും സാദിഖീൻ. ഓ ഇസ്രായേലി ജൂതരെ, നിങ്ങൾ സ്വർഗാവകാശികളാണ് എന്ന നിങ്ങളുടെ വാദം സത്യമാണെങ്കിൽ നിങ്ങൾ മരണത്തെ കുതിക്കുക. മരണത്തെ ഇവർ ഒരിക്കലും കൊതിക്കുകയില്ല. മനസ്സിലായില്ല? ഇസ്രായേലി ജൂതരെ മനസ്സിലായോ? പറഞ്ഞു. ഒരു പ്രത്യേക എല്ലാ ജൂതരെ പറ്റി എല്ലാവരും ജൂതന്മാരിൽ നല്ല ആളുകളുണ്ടെന്ന് ഖുർആനിൽ വേറെ സ്ഥലത്തുണ്ട്. അതായത് നശീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള, ഏത് കാലത്തും ലോകത്ത് കുഴപ്പമുണ്ടാക്കിയിട്ടുള്ള ചില പ്രത്യേക ആളുകളായ ജൂതന്മാരെ പറ്റിയാണ് ഇവിടെ പരാമർശം. അവിടെ പറയാണ് നിങ്ങൾ സ്വർഗാവകാശികളാണ്, നിങ്ങളാണ് സൽവൃത്തര് എന്ന് നിങ്ങളുടെ വാദം ശരിയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ മരണത്തെ കൊതിക്കുക. ഇൻ കുൻതും സാദിഖീൻ. നിങ്ങളാണ് പടച്ചവന്റെ ഔലിയാക്കൾ, നിങ്ങളാണ് അല്ലാഹുവിന്റെ ആളുകൾ. മനസ്സിലായില്ലേ? ഔലിയാഉലില്ലാഹ്, അല്ലാഹുവിന്റെ ഔലിയാക്കൾ നിങ്ങളാണെന്ന നിങ്ങളുടെ വാദം സത്യമാണെങ്കിൽ നിങ്ങൾ മരണത്തെ കൊതിക്കുക. ഇൻ കുൻതും സാദിഖീൻ വലാ യതമന്നൗനഹു. ഒരിക്കലും ഇത്തരക്കാർ മരണത്തെ കൊതിക്കുകയില്ല. ഇതിനർത്ഥമുണ്ട്. എന്താർത്ഥം? മുഅ്മിനീങ്ങൾക്ക് മരണം അഭിമുഖീകരിക്കാൻ ഒരു പ്രയാസവും ഉണ്ടാവില്ല. നമ്മുടെ അവസ്ഥ എന്താ? സ്വന്തം ചിന്തിക്ക്, വേറെ ആളെ പറ്റി പറയാം. അതിൻ്റെ അർത്ഥം എന്താ? അങ്ങനെ മരണം അഭിമുഖീകരിക്കാൻ തയ്യാറില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഈമാൻ ഇപ്പോഴും ഉറച്ചിട്ടില്ല. അത് ഈമാനല്ലേ ഓർക്കണ്ട്. എന്താണ് പ്രശ്നം? എന്തിനാണ് അല്ലാഹു തആല ഈ കലാമും ഈ വേദഗ്രന്ഥവും ഈ നബിയെയും തന്ന? എന്താ? നിങ്ങളൊക്കെ മൂക്കിൽ തരിപ്പ് പോയ സാധനത്തിന് ഊതിയിറക്കാനും അതിനാ ഖുർആൻ വന്ന്? നിങ്ങളെ മോളെ ചങ്ക കെട്ടിയ മീമുള്ളിൽ താഴത്ത് കറക്കാൻ വേണ്ടിയിട്ടാണോ ഖുർആൻ ഭൂമിയിൽ വന്ന്? നിങ്ങളൊക്കെ വർത്താനം കേട്ടോ അങ്ങനെയാ തോന്നുന്നത്. നിങ്ങൾ നേരെ കൊടുത്ത മൂലിയരെ കൊണ്ട് ഊതിക്കാൻ വന്നതാ. അപ്പൊ എന്തോ മോദിയാരോ ഓടുക ഖുർആൻ ഓടി. അപ്പൊ ഖുർആൻ എന്താ വന്നത്? ഖുർആൻ ചങ്ക കുടിക്കുക മീമുള്ള താഴത്ത് കറക്കാൻ വേണ്ടി വന്നതാണ്. എന്താ ഖുർആന്റെ പണി? എന്താ?
ഖുർആന്റെ പണി കൊല്ലിയിൽ കുടുങ്ങിയ മുയിമുള്ള പുറത്തേക്ക് ഇറക്കുക. ഖുർആന്റെ പണി എന്താ? ഖുർആന്റെ പണി രാവിലെ അരിമുറുക്കും ചായയും കുടിച്ചപ്പോൾ തരിപ്പ് പോയ അരിമുറുക്കിന്റെ പൊടി മൂർത്താവിൽ നിന്ന് ഊതിയിറക്കുക. ഇതിനു വേണ്ടിയാണ് ഖുർആൻ വന്നത്. ഈ തരിപ്പ് പോകൽ ആദം നബിയുടെ കാലത്ത് തന്നെ ഉണ്ടല്ലോ, അന്ന് ഖുർആനില്ലല്ലോ. എന്തിനാ ഖുർആൻ വന്നത്? എന്തിനാ ഖുർആൻ വന്നത്? എന്തിനാ? ഖുർആൻ ഹൃദയത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം രൂഢമൂലമാക്കാൻ വേണ്ടി വന്നതാ. ഒന്നും സംഭവിക്കൂല. എന്ത് സംഭവിക്കണം? എന്ത് സംഭവിക്കണം? എന്ത് ഗാലറിയിൽ നിന്ന് കളി കാണുന്നല്ലാതെ എന്ത്? ഒരു മുഅ്മിനായ മനുഷ്യൻ ഒന്നുമില്ല, ഒന്നും സംഭവിക്കില്ല, ഒന്നും. ഒരു മുഅ്മിനായ മനുഷ്യൻ ഒന്നും സംഭവിക്കൂല, ഒന്നുമില്ല. അല്ലാഹുവിൽ വിശ്വാസമില്ലാത്തവരെ ഈ ലോകത്ത് ജീവിക്കാൻ അത്യാർത്ഥിയുള്ളവരായി നിനക്ക് കണ്ടെത്താൻ കഴിയും. ഖുർആൻ. ശരി, അപ്പോൾ നീ മുഅ്മിനാണെങ്കിൽ നീ ഈ ലോകത്ത് ജീവിക്കാൻ അത്യാർത്ഥിയുള്ളവൻ. മരിച്ചാൽ, ഇന്ന് മരിച്ചാൽ, നാളെ മരിച്ചാൽ, ഓക്കെ. ആകെ നിനക്കൊരു കൊതിയുള്ളത് എന്തായിരിക്കും? അള്ളാഹുവിൻ്റെ മുന്നിൽ ഒന്നുകൂടെ സമർപ്പിക്കാൻ, കുറച്ചുകൂടി വിശ്വാസത്തെ പ്രകടിപ്പിക്കാനുള്ള ഒരവസരം കിട്ടും. ഒരു പള്ളിപ്പണി തുടങ്ങിയിട്ടുണ്ട്, അത് പൂർത്തിയാക്കി നിൽക്കണം. എനിക്ക് ശേഷം ആയിരക്കണക്കായ ആളുകൾ അതിൽ കയറി നിസ്കരിക്കണം. ഒരു കുട്ടിയെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കുട്ടിക്ക് ഈമാനും ഇസ്ലാമും തിരിഞ്ഞിട്ട് ഹക്കും ബാത്തിലും മനസ്സിലാകുന്നത് വരെ അവനെ ഉയർത്തി കൊണ്ടുപോയിട്ട് പിന്നെ മരിക്കണം. ഭാര്യയെ കല്യാണം കഴിച്ചിട്ടേ ഉള്ളൂ, പക്ഷെ അവൾക്ക് ഇപ്പോഴും ഈമാൻ ഇസ്ലാമും വ്യക്തമായി മനസ്സിലായിട്ട് ഹൃദയത്തിൽ ഈമാൻ രൂഢമൂലമായിട്ടില്ല. അപ്പോൾ എൻ്റെ കൂടെ നിന്നിട്ട് അവൾക്ക് ഈമാൻ ക്ലിയർ ആകുന്നത് വരെ അവളെ കൂടെ ജീവിക്കണം. അതിൻ്റെ അപ്പുറത്ത് അപ്പൊ അതൊക്കെ എന്താ? ഇത് നന്മയാണ്, ഇത് നന്മയാണ്. മനസ്സിലായ പറഞ്ഞ് ഇതന്നെ. കുട്ടികൾ വലുതായിട്ട് അവർ പെണ്ണെട്ടി കാണാനല്ല, അവർ മുഅ്മിനായി കാണാൻ. ഒരു മുഅ്മിനാകണം, ഒരു കഴിവുള്ളവരാകണം. ഈ ലോകത്ത് ഒരു സമൂഹത്തെ നേരിലേക്ക് നയിക്കാൻ ഒരു ത്രാണി ഉണ്ടാവണം. അല്ലാഹു തൗഫീഖ് തരണം. ഉറക്കപ്പറ, അല്ലാഹു തൗഫീഖ് തരണമേ റബ്ബേ, തൗഫീഖ് തരണമേ റബ്ബേ, തൗഫീഖ് തരണമേ റബ്ബേ, തൗഫീഖ് തരണമേ റബ്ബേ. അത് തന്നെ. ഞാൻ ഇന്ന് രാവിലെയും നിങ്ങളെ മുന്നിൽ 145 പ്രഭാഷണമാണത്. 200 മറികടക്കേണ്ടതാണ്. കൊറോണ വന്ന് കുറച്ചു കാലം ഈ പ്രഭാഷണം നിർത്തിവെച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് 145 പ്രഭാഷണം. ഈ പ്രഭാഷണങ്ങളിലൊക്കെ നേടിയത് എൻ്റെ വാപ്പ. ഈ പ്രഭാഷണങ്ങളിൽ എന്ത് നടന്നാലും ഒന്നും നടന്നിട്ടുണ്ട് എൻ്റെ വാപ്പാൻ്റെ ആഗ്രഹം. അതെന്താ? എൻ്റെ മോൻ അള്ളാഹിനെ പറ്റി പറഞ്ഞു കൊടുക്കുന്ന ഒരാളായി മാറും. എൻ്റെ ഉമ്മാൻ്റെ ആഗ്രഹം നടന്നു. ഞാൻ എന്തായാലും ആയില്ലെങ്കിലും അവരായിട്ടുണ്ട്. അവരെ കാര്യം നടന്നു. അവർ മരിച്ചും പോയി, അവരാവശ്യം നടന്നു. ഇനി ഞാനിവിടെ പറക്കുന്നതൊന്നും കാണാൻ നിൽക്കേണ്ട ആവശ്യം അവർക്കില്ല. അവർക്ക് പറക്കണം അള്ളാഹിൻ്റെ അടുക്കൽ. മനസ്സിലായില്ലേ പറഞ്ഞത്? ബഹുമാനപ്പെട്ട സയ്യിദുനാ ഹംസയും റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമൈറും റളിയല്ലാഹു അൻഹു, ഇങ്ങനെയൊക്കെയുള്ള 70ഓളം ആളുകൾ സ്വർഗത്തിൽ പറക്കുന്ന ഒരു വേളയിൽ അവർ തമ്മിൽ ചോദിച്ചു അത്രേ, മയ്യുഖ്ബിറുൻ അന്നാ ലിഇഖ്വാനിനാ ബിൽ മദീന. ഉഹദിന്റെ രക്തസാക്ഷികൾ 70ഓളം ആളുകളാണ്. അവർ അന്ന് തന്നെ സ്വർഗത്തിൽ പറക്കാൻ തുടങ്ങി. അപ്പോൾ അവർ തമ്മിൽ ചോദിച്ചു അത്രേ, ദുഃഖിച്ചിരിക്കുന്ന മദീനയിലെ നമ്മുടെ കൂട്ടുകാർക്ക് നമ്മുടെ ഈ സന്തോഷമായ സന്ദർഭം അറിയിച്ചു കൊടുക്കുന്നത് ആരായിരിക്കും? മനസ്സിലായോ പറഞ്ഞത്? ഇവന്റെ സ്വർഗത്തിന്റെ മനോഹരമായ അതിന്റെ ഹവയിലൂടെ അവരിങ്ങനെ ഒഴുകുകയാ, ഇങ്ങനെ പറന്ന് നീങ്ങുക. അപ്പോൾ അവർ തമ്മിൽ ചോദിച്ചു അത്രേ, ഇത്രയും വലിയ സന്തോഷമായ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഉള്ളത് എന്ന് നമ്മുടെ മദീനയിലെ കൂട്ടുകാർ ദുഃഖിച്ചിരിക്കുകയായിരിക്കും. നമ്മൾ മരിച്ച വേളയിൽ അന്ന് ഉഹദ് യുദ്ധം കഴിഞ്ഞിട്ടേ ഉള്ളൂ. മനസ്സിലായോ? ആരാണെന്ന് അവരോട് പോയി പറയുക. അവർ ഇപ്പോൾ ദുഃഖത്തില. നമുക്കിപ്പോൾ നിറഞ്ഞ ഉറക്കെ പറ, നിറഞ്ഞ സന്തോഷമാണ്. ഇവർ പറക്കുന്നതിനിടയിൽ ഇവർ തമ്മിൽ ഇത് പറയവേ,
അല്ലാഹു അവരോട് പറഞ്ഞു, അന ഉഖ്ബിറു അൻകും ബിഇഖ്വാനികും ബിൽ മദീന, നിങ്ങൾ എനിക്ക് വേണ്ടി ജീവിച്ചവരാണ്, എനിക്ക് വേണ്ടി മരിച്ചവരാണ്. അപ്പോൾ നിങ്ങൾക്കുടെ അവസ്ഥയെപ്പറ്റി അറിയിച്ചു കൊടുക്കേണ്ടവനും ഞാൻ തന്നെയാണ്. നിങ്ങൾ എനിക്ക് വേണ്ടി ജീവിച്ചു, എനിക്ക് വേണ്ടി മരിച്ചു. അപ്പോൾ നിങ്ങളുടെ ഇന്നത്തെ സന്തോഷകരമായ അവസ്ഥ നിങ്ങളെ സഹോദരങ്ങൾക്ക് എത്തിക്കുകയും ചെയ്യേണ്ടതും ഞാൻ തന്നെ. ഫഅർസലല്ലാഹു സുബ്ഹാനഹു വ തആല റൂഹൽ അമീൻ സയ്യിദന ജിബ്രീൽ. അപ്പോൾ സയ്യിദന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു ആയത്തും കൊണ്ട് പറഞ്ഞയച്ചു. എന്ത്? ولا تقولن لشيء ولا تحسبن الذين قتلوا في سبيل الله امواتا بل احياء. അല്ലാഹുവിന്റെ മാർഗത്തിലെ രക്തസാക്ഷികളെ കുറിച്ച് അവർ മരിച്ചു എന്ന് നിങ്ങൾ ധരിക്കരുത്. അവർ അവിടെ സന്തോഷകരമായി കഴിഞ്ഞുകൂടുക. അപ്പോൾ വന്നായിട്ടാണ് അവർ പറക്കുന്നു. ഇവിടെ ആയത്ത് വരും, ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് على النبي صلى الله لا إله إلا الله حسبي ربي جل الله. لا إله إلا الله حسبي ربي جل الله. വ്യാവസായിക വിപ്ലവത്തിന് ശേഷം യൂറോപ്പിൽ വിശ്വാസത്തിന്റെ ഗതി കുത്തനെ താഴോട്ട്. AD 18-19 നൂറ്റാണ്ടുകളിൽ നിരീശ്വരവാദ പ്രസ്ഥാനങ്ങൾ യൂറോപ്പിൽ തലപൊക്കി. അപ്പോൾ ദൈവവിശ്വാസികളുടെ നിലവാരം കുത്തനെ താഴുന്നു. ഇന്ന് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ 10% പോലും ദൈവവിശ്വാസം ഇല്ലാത്ത ദൈവവിശ്വാസികളുണ്ട്. നോർവേ, സ്വീഡൻ, ഇതൊക്കെ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളാണ്. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ പേരിന് 60, 70, 80, 90% മതവിശ്വാസികളാണ്, മതക്കാരാ. എന്നാൽ ദൈവത്തിൽ അവർക്ക് 10% പോലും വിശ്വാസം. ആചാരങ്ങളിൽ അവർ ചർച്ചിനെ ആശ്രയിക്കും, പക്ഷെ ദൈവത്തിൽ വിശ്വാസം 10% പോലും ദൈവത്തിൽ വിശ്വാസമില്ലാത്ത രാജ്യങ്ങൾ. എന്നാൽ 90-95% പ്രത്യക്ഷത്തിൽ മതവിശ്വാസികൾ. ചടങ്ങുകൾക്ക് മതത്തിൽ പോവും, ചടങ്ങുകളും ദൈവത്തിനെ സമീപിക്കും, ചർച്ചുകളെ സമീപിക്കും, ആരാധനാലയങ്ങളെ സമീപിക്കും. എന്നാൽ 10% ജനങ്ങൾക്ക് പോലും എന്തില്ല? ദൈവത്തിൽ വിശ്വാസമല്ല. ആചാരങ്ങൾക്ക് ആരാധനാലയങ്ങൾ പോവും. വളരെ ചിന്തിക്ക് 10%, രാജ്യത്തെ 10% ജനങ്ങൾക്ക് പോലും ദൈവത്തിൽ വിശ്വാസമില്ല. 100% ജനങ്ങളും മനുഷ്യർ കുരങ്ങിൽ നിന്നാണ് ഉണ്ടായതെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ ആചാരങ്ങൾക്കെല്ലാം അവർ ആരാധനാലയങ്ങളെ എന്താ പറഞ്ഞു പോയോ എന്തോ പറഞ്ഞത് 100% ജനങ്ങളും വിശ്വസിക്കുന്നത് മനുഷ്യനുണ്ടായത്. എന്നാൽ അവർ പ്രത്യേക മതക്കാരുമാണ്. ആചാരങ്ങൾക്കും ചടങ്ങുകൾക്കും ഒക്കെ അവരെന്ത് ചെയ്യും? മതാധ്യക്ഷന്മാരെ സമീപിക്കും. ഇനി മതാധ്യക്ഷന്മാരും അങ്ങനെ തന്നെയാണ്. മനുഷ്യരുണ്ടായിരുന്നു കുരങ്ങിൽ നിന്നാണ് വിശ്വസിക്കുന്ന മതപുരോഹിതന്മാരും അങ്ങനെ വിശ്വസിക്കുന്നു. അങ്ങനെയുണ്ട്. എന്തെല്ലാം തെളിവില്ലാതെ പറയാലോ. മണിയായി തെളിവ് പറയും, മണിയായി തെളിവ് പറയും. ഇപ്പൊ ഒരു ടെസ്റ്റ് ഡോസ് കൊടുക്കുക, അത്രേ പറയുള്ളൂ. മനസ്സിലായോ? യൂറോപ്പിനൊരു സ്വഭാവമുണ്ട്. യൂറോപ്പിന് സ്വഭാവം ഈ എയ്ഡ്സ് ബാധിച്ചവനെ പോലെയാ. എയ്ഡ്സ് ബാധിച്ചവന് എയ്ഡ്സ് അക്കാദമികളുണ്ട്, എയ്ഡ്സിന് ക്ലബ്ബുകളുണ്ട്. എയ്ഡ്സ് ബാധിച്ച ആളുകൾ പരമാവധി ആളുകളിലേക്ക് എയ്ഡ്സ് പ്രചരിപ്പിക്കുക എന്നത് അവരുടെ ഒരു വല്ലാത്ത താല്പര്യമാണ്. എന്നതുപോലെയാണ് യൂറോപ്പിന്റെ സ്വഭാവം. യൂറോപ്യൻ വിശ്വാസങ്ങൾ ലോകത്ത് മുഴുവൻ എത്തിക്കുക എന്നതാണ് യൂറോപ്പിന്റെ ഏറ്റവും വലിയ താല്പര്യം. അതുകൊണ്ട് നമ്മളൊക്കെ യൂറോപ്പിന്റെ അടിമകളുമാണ്. നമ്മളെല്ലാം യൂറോപ്പിന്റെ അടിമകളാണ്. എല്ലാവരും യൂറോപ്പിന്റെ അടിമകളാണ്. യൂറോപ്പിന്റെ അടിമയല്ലാത്ത ഒരു പള്ളി മദ്രസയും പോലും ലോകത്തുണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്.
ഒരു നിലക്കല്ലെങ്കിൽ ഒരു നിലക്ക് യൂറോപ്പിനെ ബാധിച്ചു, യൂറോപ്പ് അതിനെ ബാധിച്ചു, പള്ളി എല്ലാത്തിനും ബാധിച്ചു, യൂറോപ്പ് ബാധിച്ചു. ഒരു നേരിയ അളവിലെങ്കിലും പള്ളി മദ്രസ എല്ലാത്തിനെയും യൂറോപ്പ് നേരിയ അളവിലെങ്കിലും ബാധിച്ചതായി കണ്ടെത്താൻ കഴിയും. ഞാൻ വെറുതെ പറയില്ല, പഠിച്ചിട്ടും പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി ഇതൊക്കെ പഠിച്ച് പറയാ, വെറുതെ പറയല്ല. ഇതിനെല്ലാം ഞാൻ കൃത്യമായ പ്രൂഫും പറയും ഇൻഷാ അല്ലാഹ് അടുത്ത്. വളരെ ചിന്തിക്കുക. എന്നാൽ പ്രത്യക്ഷത്തിൽ അവർക്കൊക്കെ മതമുണ്ട്, എന്നാൽ എന്തൊരു വിശ്വാസമില്ല ഇതേപോലെ ഒരു തൗഹീദ്. तौहीद की अमानत दीनों की हमारी आशा नहीं मिटाना नामो निशान हमारा നേരത്തെ ഇവിടെ കണ്ടം മാഷ് പറഞ്ഞത് കൊണ്ടാണ് ഞാനിത് ആവർത്തിക്കേണ്ടി വന്നത്. തൗഹീദ് എന്ന് പറയുന്നവർക്ക് അല്ലാഹുവിൽ വിശ്വാസം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പ്രത്യക്ഷത്തിൽ തൗഹീദ് പറയും, അല്ലാഹു വിശ്വാസം ഉണ്ടായിക്കൊള്ളുന്നില്ല. അല്ലാഹുവിന്റെ വിശ്വാസത്തിന്റെ ഗ്രാഫ് കുത്തനെ താഴോട്ട് പോകും. എന്നാ പ്രത്യക്ഷത്തിൽ തൗഹീദ് പറഞ്ഞുകൊണ്ടേയിരിക്കും. യൂറോപ്പ് നമ്മളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഇനി ആ സ്വാധീനം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ولتجدنهم أحرص الناس على حياة. അല്ലാഹുവിൽ വിശ്വാസമില്ലാത്ത ജനത്തെ നിനക്ക് കണ്ടെത്താൻ ആവുക അവർക്ക് ഈ ലോക ജീവിതത്തിന് അത്യാർത്ഥിയുള്ളതായിട്ടാണ്. അപ്പോൾ വിശ്വാസികൾക്ക്, സത്യവിശ്വാസികൾക്ക് അവർ ഈ ലോകത്ത് ജീവിക്കും, ഇനി പരലോകത്ത് ഇപ്പോൾ ജീവിക്കാനും അവർക്ക് പ്രയാസമല്ല. ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് ഇസ്രായേൽ വന്നാലും അവർക്ക് ആകെയുള്ള പ്രശ്നം എന്തേ ഉള്ളൂ? പള്ളിപ്പണി കഴിഞ്ഞിട്ടില്ലല്ലോ, മദ്രസന്റെ പണി തീർന്നിട്ടില്ലല്ലോ, കുട്ടികൾ ദീൻ പഠിച്ച് നന്നായിട്ടില്ലല്ലോ, ഭാര്യ എപ്പോഴും ഒരു അള്ളാനെ മനസ്സിലാക്കിയൊരു പരുവത്തിലേക്ക് വളർന്നിട്ടില്ലല്ലോ, അയൽവാസികൾക്കൊരു ദീൻ എന്താണ്, ഈ ലോകത്തിന് വിലയില്ല എന്ന് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു അവസ്ഥയിൽ എത്തിയിട്ടില്ല. അത് എങ്ങനെ വെള്ളമല്ല, അയാളെ കൊണ്ട് അയൽവാസികൾ മനസ്സിലാക്കണം ഈ ലോകത്തിന് വിലയില്ല എന്ന്. മനസ്സിലായവർ നിങ്ങൾ ചിന്തിക്കുക, ഇതൊന്നും ശരിയായിട്ടില്ലല്ലോ. ഇത്രയേ ഉള്ളൂ. മനസ്സിലായില്ലേ? ചിന്തിക്കണം. റോഡ് സൈഡിൽ മനുഷ്യന്മാർക്ക് വേണ്ടി 10 മരം വെച്ചിട്ടുണ്ട്. ആ മരം ഒന്നിങ്ങനെ ഉഷാറായി അതിങ്ങനെയൊക്കെ തളിരെടുത്ത് അതൊന്ന് ഇനി വേനൽ വന്നാലും അത് ഉണങ്ങി പോവാത്ത പരുവത്തിൽ ആയിട്ടില്ലല്ലോ. അതായാൽ വിനായകം വെച്ചോ. എന്തുകൊണ്ട്? ആ തണലിൻ്റെ ചുവട്ട് ഉള്ളിൽ ഒരു കിളി വന്നിരുന്നാൽ പോലും അയാൾക്ക് കൂലിയിട്ടു. നമ്മളെ ജനുവരി 6-ാം തീയതി പോലെയല്ല, നമ്മളെ ജൂൺ 6-ാം തീയതി പോലെയല്ല. ലോക പരിസ്ഥിതി ദിനമാണ്. എല്ലാ ജൂൺ 6-ാം തീയതി കേരളത്തിൽ കോടിക്കണക്കായ മരം നട്ടു. ആ മരം പൊങ്ങി വരുന്ന ഇക്കാലം വരെ ആരും കണ്ടിട്ടില്ല. മരം നട്ടുപിടിക്കുമ്പോഴും മന്ത്രി മരം നട്ടുപിടിപ്പിച്ചപ്പോൾ, MLA മരം നട്ടുപിടിപ്പിച്ചപ്പോൾ, MP മരം നട്ടുപിടിപ്പിച്ചപ്പോൾ, പഞ്ചായത്ത് പ്രസിഡന്റ് മരം നട്ടുപിടിപ്പിച്ചപ്പോൾ, മുനിസിപ്പൽ ചെയർമാൻ മരം നട്ടുപിടിപ്പിച്ചപ്പോൾ, മുനിസിപ്പൽ മെമ്പർ കൗൺസിലർ മരം നട്ടുപിടിപ്പിച്ചപ്പോൾ, വാർഡ് മെമ്പർ മരം നട്ടുപിടിപ്പിച്ചപ്പോൾ, പണ്ഡിതൻ മരം നട്ടുപിടിപ്പിച്ചപ്പോൾ കഴിഞ്ഞു. ചലത്തെ അടുത്ത ജൂൺ 6-ാം തീയതി അവിടെ തന്നെ മരം നട്ടുപിടിപ്പിക്കാം. എന്തുകൊണ്ട്? ഇത് പിറ്റേന്ന് ഉണങ്ങിപ്പോയിട്ടുണ്ടാവും. മൂപ്പർക്ക് വേണ്ടത് മോമിന് വേണ്ടത് ആരും മരായിത്തീരല്ല. ഇത് നാടകമാണോ? നാടകം. ഈ ദുനിയാവ് മുഴുവൻ നാടക. ഈ കാണുന്നതൊക്കെ നാടകം. എല്ലാ നാടകം. മതവും നാടകമായി കൊണ്ടിരിക്കും. മതവും ഇന്ന് ഭൂരിഭാഗം നാടകം. 60-70% നാടകമാണെന്ന് പറയാനാണ് പൂതി. ഇനി ഒരു വിവാദം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാൻ തൽക്കാലം പറയുന്നില്ല. അത്ര എന്റെ പൂതി അങ്ങനെയാ. പക്ഷെ ഞാൻ പറഞ്ഞിട്ടില്ല, കേസെടുക്കാൻ പറ്റൂല. പൂതിയൊക്കെ ഉണ്ടാവുമല്ലോ, രാജാവിന്റെ മോളെ കെട്ടാൻ പൂതി ഉണ്ടാവും. പക്ഷെ ചോദിച്ചാലല്ലേ അടി കിട്ടുള്ളൂ. അതുകൊണ്ട് പൂതിയുണ്ട്, പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞതുപോലെ 60-70% മതവും നാടകമാണ് എന്ന് പറയാനാണ് എനിക്ക് പൂതി. പക്ഷെ ഞാനിപ്പോൾ പറയുന്നില്ല. ഒക്കെ നാടകമാണടാ, നാടകം. എല്ലാ കെട്ടുകാഴ്ചകളും നാടകമാണ്. എല്ലാം നാടകം, ഒക്കെ നാടകം. കെട്ടും തൊപ്പിയും തലയെക്കെട്ടും ഒക്കെ നാടകമായി തീർന്ന എന്ത് ചെയ്യും? സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ 70% നാടകമായാൽ എങ്ങനെ മതം അതിൻ്റെ സത്യസന്ധതയിൽ നിലനിൽക്കും? ഒക്കെ നാടകം, എല്ലാ നാടകം. ദീപസ്തംഭം, മഹാശ്ചര്യം. നമുക്കും കിട്ടണം പണം.
ഞാൻ അവസാനിപ്പിക്കാണ്. നിങ്ങൾ ചിന്തിക്കണം, ഒരു വിശ്വാസിക്ക് ഒന്നും സംഭവിക്കാൻ. അവനാരുണ്ട്? അവനല്ലോ. അവനായി ഇവിടെ ജീവിക്കാൻ വന്നതാണോ? അല്ല. അവന് പോകാൻ മടിയില്ല. മനസ്സിലായില്ല? കുഞ്ഞുമോന് ഉമ്മാൻ്റെ ഒക്കെ തിരുന്നു. ഉമ്മാക്ക് 10 കല്യാണത്തിന് പോകണം. ഉമ്മ വലിയ തറവാട്ടുകാരി പെണ്ണ. ഞായറാഴ്ച ആകുമ്പോൾ വലിയ തറവാട്ടുകാർക്കൊക്കെ ഒരുപാട് കല്യാണം ഉണ്ടാവും. അതിനിടയിൽ ഉമ്മേൻ്റെ ഒക്കത്ത് കൊണ്ടുവന്ന കുട്ടിയെ ഒരു കല്യാണത്തിലിരുത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടുന്ന് എടുത്തു, അടുത്ത കല്യാണത്തിന് പോയി. കുട്ടിക്ക് എന്ത് പ്രശ്നമുള്ളത്? അവിടുന്ന് പുറത്ത് കൊണ്ട് കുട്ടി കരുതി കുട്ടി വന്നതല്ല. കുട്ടിക്ക് കല്യാണത്തിലല്ല വിശ്വാസം, ഉമ്മാൻ്റെ ഒക്കത്താണ്. എൻ്റെ കൂടെ ഉണ്ടാ കുട്ടിയുടെ വിശ്വാസം എവിടെയാണ്? എന്തല്ല കല്യാണം പോലെയല്ല. മനസ്സിലായില്ല? ചിന്തിക്കണം. അതേ സമയത്ത് വേറെ എവിടെയും പോകാനില്ലാത്തത് കൊണ്ട് കല്യാണം ആയെങ്കിൽ എന്ന് വിചാരിച്ച് രാവിലെ തന്നെ, ഞായറാഴ്ച രാവിലെ തന്നെ വന്ന് കല്യാണത്തിനിരുന്ന് കല്യാണം തീർന്നാലും പോകാൻ കഴിയാതെ ഇരിക്കുന്ന ആളുകൾ ആ കൂട്ടത്തിലുണ്ടാവും. അവന് ഒന്നിനും കഴിയില്ല. അവന് പുറകെ പോകാൻ പോലും സമാധാനമല്ല. ഞാൻ പറഞ്ഞില്ലേ പണ്ട് മനഃശാസ്ത്രജ്ഞൻ ഞായറാഴ്ചയും തുറന്നിരിക്കുമ്പോഴാണ് ഒരുത്തൻ ഭാര്യയെ കൊണ്ട് പൊല്ലാപ്പോണ്ട് കയറി വന്നത്. പറഞ്ഞ് അയാളിപ്പോൾ ഒരുപാട് സ്ഥലത്ത് നോക്കിയിട്ട് മനഃശാസ്ത്രജ്ഞനെ കണ്ടില്ല. അപ്പോൾ ഒരുത്തണ്ട് മനഃശാസ്ത്ര ഓഫീസും തുറന്ന് കാത്തിരിക്കുന്നു, ക്ലിനിക്കും തുറന്ന്. എന്ത് എനിക്ക് ഭാര്യയെ കൊണ്ട് എൻ്റെ ഭാര്യയെ കൊണ്ട് ഒരു സുഖവും സമാധാനമില്ല, അതിനൊരു വഴി പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എന്ന്. അപ്പോൾ ഇയാൾ കലണ്ടറിൽ നോക്കാൻ പറഞ്ഞു. ഇന്നത്തെ ദിവസം ഏതാണെന്ന് എനിക്ക് അറിയിച്ചു. ഞായറാഴ്ച. ഈ ഞായറാഴ്ച ഏതെങ്കിലും ഒരു ഡോക്ടർ ഇവിടെ തുറന്നിരിക്കണോ ഇത് കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ ഞാൻ എന്തിനാ തുറന്നിരിക്കുന്നത്? അത് എനിക്കറിയോ? ഇല്ല. എൻ്റെ പെണ്ണുങ്ങളെ കൊണ്ട് ഒരു സമാധാനം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അവിടെ ഇരിക്കുക. എനിക്ക് ഞായറാഴ്ചയും പോകാനൊരു സ്ഥലമില്ല. അങ്ങനെ കല്യാണം തുടങ്ങിയത് മുതൽ കല്യാണം തീരുന്നവരെ കല്യാണത്തിൽ ചൊറ പറഞ്ഞ് ചോറ് 3 വട്ടം തീർന്നിട്ട് കഴിച്ചിട്ടും പൂതി തീരാതിരിക്കണ ഒരുത്തനുണ്ടോ? മറ്റു കുട്ടിക്ക് ചോറുമില്ല, കുട്ടിക്ക് ആഗ്രഹവുമില്ല. കുട്ടിയുടെ ലക്ഷ്യം ഉമ്മാൻ്റെ ഒക്കത്ത്. ഉമ്മ അവിടെ വെച്ചാൽ ഇരിക്കും, ഉമ്മ എടുത്താൽ പോകും. കുട്ടിക്ക് പരിഭവമില്ല. കുട്ടിക്ക് ഉമ്മാൻ്റെ ഒക്കെ നഷ്ടപ്പെടുമ്പോൾ മാത്രമാണ് പരിഭവം. ഇതാണ് മനുഷ്യൻ. അവൻ അല്ലാഹുവിൻ്റെ നഷ്ടപ്പെടുമ്പോൾ മാത്രമാണ് അവൻ ദുഃഖം വരിക. എന്ത് സംഭവിച്ച്? എന്ത് വന്ന് ഈ ലോകമൊക്കെ തലയിൽ കൂടെ മറിഞ്ഞു. എന്തായി? सड़क सड़क पत्थर पर नदियों ने चलना सीखा, बच्चों ने गिर गिर कर चलना सीखा, हंसना सीखा, चलना सीखा, रो रो कर हंसना सीखा. സടക്ക് സടക്ക് പത്തർ പർ, കല്ലിൽ അടിച്ചടിച്ചാണ് നദി ഒഴുകാൻ തുടങ്ങിയത്. ഓരോ തുള്ളിയും കല്ലിൽ വീണു, അടുത്ത തുള്ളി വീണു. സടക്ക് സടക്ക് പത്തർ പർ നദിയൊന്നെ സല്ലാസിക്ക. മനസ്സിലായോ പറഞ്ഞത്? ഓരോ തുള്ളിയും കല്ലിൽ നിന്ന് കല്ലിലേക്ക് വീണാണ് താഴ്വാരത്തിലെത്തിയപ്പോൾ നദി ഒഴുകാൻ തുടങ്ങിയത്. അപ്പോൾ കല്ലിൽ അടിക്കൽ നദിക്കൊരു പ്രശ്നമില്ല. കല്ലിൽ അടിച്ചാലേ നദി ഉണ്ടാക്കൂ. बच्चों ने गिर गिर कर चलना सीखा, रो रो कर हंसना सीखा. കുട്ടികൾ गिर गिर कर चलना सीखा, വീണാണ് നടക്കാൻ പഠിച്ചത്. റോ റോ കർ ഹസ്ന സീക്ക, കരഞ്ഞാണ് ചിരിക്കാൻ പഠിച്ചത്. മനസ്സിലായി? കല്ലിൽ അടിച്ചടിച്ചാണ് നദി ഒഴുകാൻ പഠിച്ചത്. കുട്ടികൾ വീണാണ് നടക്കാൻ പഠിച്ചത്. കരഞ്ഞാണ് ചിരിക്കാൻ പഠിച്ചത്. പിന്നെന്ത് പ്രശ്നം? പിന്നെന്ത്? വീണാലല്ലേ നടക്കാൻ പറ്റുമോ? കരഞ്ഞാലല്ലേ ചിരിക്കാൻ പറ്റുമോ? പിന്നെന്ത് പ്രശ്നം? വലയായി തീരണമെന്ന് നൂലിനുണ്ടെങ്കിൽ അത് സൂചിക്ക് നിന്നു കൊടുക്കണം. ഇല്ലെങ്കിൽ എനിക്ക് വലയാകാൻ താല്പര്യമില്ല എന്ന് പറയണം. വലയാണെങ്കിൽ സൂചി കടത്തും. അതുറപ്പ്. വലയായാലേ മീനിനെ കുപ്പിക്കാൻ പറ്റുള്ളൂ. നൂല് മീൻ പിടിക്കും, പക്ഷേ സൂചിക്ക് നിന്നു കൊടുക്കണം. വേണോ വേണ്ടേ? എന്തൊരു കൗമാണ്. മനസ്സിലായോ പറഞ്ഞത്? നൂല് മീൻ പിടിക്കും. മീൻ കഴിക്കുന്നവൻ പുഴക്കരയിൽ ബീഡിയും വലിച്ചിരിക്കും. നൂലാണ് മീൻ പിടിക്കുന്നത്. പക്ഷേ നൂല് എന്ത് ചെയ്യണം? നൂല് സൂചിക്ക് വിധേയായി കൊടുക്കണം. നൂല് പറഞ്ഞു ഞാൻ സൂചിക്ക് വിധേയനാവുകയില്ല എന്ന് പറഞ്ഞാൽ ഈയോട്ട് മീൻ പിടിക്കൂല.
നിങ്ങൾ ഇവിടെ ഉണ്ടാ, നിങ്ങളുടെ അകത്ത് നിങ്ങളിപ്പോ എയറിലാണോ ഭൂമിയിലാണോ അത് പറയും. മനസ്സിലായി പറഞ്ഞ बच्चों ने गिर गिर कर चलना सीखा, रो रो कर हंसना सीखा. കുട്ടികൾ വീണു വീണാണ് നടക്കാൻ പഠിച്ചത്, കരഞ്ഞു കരഞ്ഞാണ് ചിരിക്കാൻ പഠിച്ചത്. മലമുകളിൽ നിന്ന് വെള്ളത്തുള്ളികൾ കല്ലിൽ നിന്ന് കല്ലിലേക്ക് അടിച്ചടിച്ചാണ് താഴ്വാരത്തിൽ നദിയായി ഒഴുകാൻ പഠിച്ചത്. നദിയായി താഴെ വന്നൊഴുകണമെങ്കിൽ കല്ലിൽ നിന്ന് കല്ലിലേക്ക് അടിച്ചു പോകണം. ഒരു പത്തറിലേക്ക് അടിച്ച പഴത്തിൽ അടുത്ത പത്തറിലേക്ക് തിരിച്ചടിച്ച് ഈ കല്ലിൽ നിന്ന് അടുത്ത കല്ല് അങ്ങോട്ട് അയച്ച്, അപ്പം അവിടെ നിന്ന് ആ കല്ല് ഡും അടിയിൽ താഴത്തേക്ക് കല്ല്. താഴ്വാരത്തിൽ എഴുതിയപ്പോൾ വെള്ളം ഒരു പരുവത്തിലായി. എത്ര കല്ലിലാണ് മലമുകളിൽ നിന്ന് താഴേക്ക് എത്തിയപ്പോഴത്തിന് എത്ര കല്ലിലാണ് തലയിട്ടടിക്കേണ്ടി വന്നതെന്ന് വെള്ളത്തുള്ളിക്ക് അറിയൂല. ഇതൊരു പരുവത്തിലായി. അതിന് ആശുപത്രി ഇല്ലാത്തത് കൊണ്ടാണ്. താഴെങ്ങാനും അതിന് ആശുപത്രി ഉണ്ടായിരുന്നെങ്കിൽ അതിന് ആശുപത്രി കടത്തും. വെള്ളത്തുള്ളി മനുഷ്യനല്ലാത്തത് കൊണ്ടുമാണ്. വെള്ളത്തുള്ളി മനുഷ്യനായിരുന്നെങ്കിൽ താഴ്വാരത്തെത്തിയാൽ ഒഴുകിന് മുമ്പ് പറയാം എനിക്കൊന്ന് മെഡിക്കൽ കോളേജ് പോകണമെന്നാണ്. മനസ്സിലായി പറഞ്ഞത്? അത്രയും തവണ അത് കല്ലിൽ നിന്ന് കല്ലിലേക്ക് തലയിട്ടടിച്ചിട്ടുണ്ട്. താഴ്വരത്തെത്തിയപ്പോൾ സുമോഹന സുന്ദരമായി. കുട്ടികൾ നടക്കുന്നതിന് മുമ്പ് എത്ര ആയിരം തവണ വീഴും. എന്നാൽ വീണതിന് ശേഷം ഏതെങ്കിലും ഒരു കുട്ടി പറയാറുണ്ടോ ഞാൻ ഇനി നടക്കണില്ല? കുട്ടിക്ക് നടന്നേ മതിയാവും. അതുകൊണ്ട് കുട്ടി എത്രയും വീഴാൻ തയ്യാറ്. ഇക്കാക്ക നടക്കുന്നത് കുട്ടി കാണുന്നുണ്ട്, കുട്ടിക്ക് നടക്കാൻ വയ്യ. ഇക്കാക്കയും ഇത്താത്തയൊക്കെ നടക്കുന്നത്, ബാപ്പയും ഉമ്മയും നടക്കുന്നത് ഈ സാധുവായ കുഞ്ഞുമോനും കുഞ്ഞുമോളും ഇങ്ങനെ കാണും. നിലത്തെ എഴുതിയ എന്നിട്ട് എണീക്കും, വീഴും, പിന്നെ എണീക്കും, വീഴും. ഒരു 3 മാസം 4 മാസം 5 മാസം വീണ കാല പിന്നെ മെല്ലെ നടക്കുന്നു. അങ്ങനെയല്ലേ അങ്ങനെയല്ലേ? എന്തെങ്കിലും ഒരു സന്തോഷമായ സാധനം മുന്നിൽ ബാപ്പയോ ഉമ്മയോ വെച്ച് കൊടുക്കും. അപ്പോൾ 2 അടി വെച്ച് അതിൻ്റെ അടുത്ത് വീണു. അപ്പോഴത്തിന് ബാപ്പ ആ തീപ്പെട്ടി അവിടെ നിന്നും കൂടി തട്ടിയിട്ട് അപ്പുറത്തേക്കാക്കും. അപ്പോൾ വീണ്ടും നടക്കും, വീഴും. പിന്നെ അത് കയ്യെത്താനുമ്പോൾ ബാപ്പ പിന്നെയും തട്ടും. അല്ലേ നടന്നു പിടിക്കണം. बच्चों ने गिर गिर कर चलना सीखा, रो रो कर हंसना सीखा. കരഞ്ഞു കരഞ്ഞാണ് കുഞ്ഞുങ്ങൾ ചിരിക്കാൻ പഠിക്കുന്നത്. വീണ് വീണാണ് നടക്കാൻ പഠിക്കുന്നത്. എന്ത് 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 പറ്റി? നിനക്ക് എന്ത് പറ്റി? ഏത് അലയാഴിയിലെയും മത്സ്യത്തെയും നൂല് പിടിക്കും, പക്ഷെ നൂൽ സൂചിക്ക് വിധേയായി കൊടുക്കും. മനസ്സിലായില്ലേ പറഞ്ഞത്? മീൻ പിടിക്കുന്നവർ കപ്പലിലിരിക്കും, വല അലയാഴിയിലേക്ക് പോകും. എന്നിട്ട് അവരിങ്ങനെ പൊക്കിക്കൊണ്ടുവരും. യന്ത്രം അവരുമല്ല, അവരിങ്ങനെ അതിൻ്റെ എന്താണ് അതിനൊരു ചക്രമുണ്ട്. എവിടെ? കപ്പലിൽ കണ്ടിട്ടില്ലേ? യന്ത്രവൽകൃത ബോട്ടുകളും മറ്റുമൊക്കെ മീൻ പിടിക്കുന്ന കപ്പലുകൾ. അവർ ഇതിലിങ്ങനെ ഈ ഒരു വീലുണ്ട്, ആ വീലിന് ഇങ്ങനെ കറക്കുമ്പോൾ നൂലിങ്ങനെ ഒരു കപ്പലിലാവും. വീണ്ടും കറക്കുമ്പോൾ അവർ ചിലപ്പോൾ മീനിനെ തൊടുകയില്ല, അതങ്ങനെ തന്നെ കൊണ്ടുപോയി തട്ടും. മനസ്സിലായോ? പറഞ്ഞു മീൻ പിടിക്കുന്നത് മുഴുവനും ആരുടെ ഉത്തരവായിട്ടാണ്? നൂലിൻ്റെ. പക്ഷേ നൂലിനത് ചെയ്യണമെങ്കിൽ നൂലിനുള്ളിലൂടെ എന്ത് വേണം? സൂചി നടത്തണം. ചിന്തിക്കണം. ഇല്ലാതെ നൂല് വലയാവില്ല. ഒരിക്കലും നൂല് മീനോട്ട് പിടിക്കൂല. لا إله إلا الله 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 عليه توكل والله الله الله. ഉദയസൂര്യനേക്കാൾ പ്രഭയുള്ള, ലോകത്തെ സകല ഉദയപ്രഭാതങ്ങളുടെയും ഉദയസൂര്യനേക്കാൾ പ്രഭയുള്ള ഒരു തേജോമയനായ മഹാൻ ഭൂമിയിൽ ഇരുട്ട് നീക്കി ആ മനുഷ്യനോട് ഭൂമി കടപ്പെട്ടതുപോലെ, ഭൂമിയിലെ കോടാനക്കോടി മനുഷ്യൻ കടപ്പെട്ടതുപോലെ ഒരു സൃഷ്ടിയോടും മനുഷ്യൻ കടപ്പെട്ടിട്ടില്ല. അതാണ് മുഹമ്മദ്. ആ മനുഷ്യനെ ബുദ്ധി നേരെ നിൽക്കാത്തവർ ആക്ഷേപിച്ചു എന്ന് സങ്കല്പിക്കുക. നഷ്ടം അവനെ അല്ല, ആ മനുഷ്യൻ എന്ത് പറ്റും? ഉദയസൂര്യനെ നീ ആക്ഷേപിച്ചാൽ ഉദയസൂര്യൻ എന്ത് സംഭവിക്കും? അത് വീണ്ടും മുകളിലേക്ക് പോകും. നീ ആക്ഷേപിച്ചതുകൊണ്ട് ഉദയസൂര്യൻ താഴെ പോകും? ഇല്ല.
فإنه شمس فلنهم كواكبها يظهرن أنوارها للناس في الظلم مولاي صل وسلم دائما أبدا. ഇന്ന് ആക്ഷേപിക്കുന്നവർക്ക് ഒരു പേരമക്കൾ വരും. അവർ ആ പേര് കേൾക്കുമ്പോൾ പൊട്ടിക്കരഞ്ഞ് ഭൂമിയിൽ വീഴും. മുഹമ്മദ് എന്ന പേര് കേൾക്കുമ്പോഴെല്ലാം ഭൂമിയിൽ ദേഷ്യം കൊണ്ട് തുള്ളിച്ചാടി ഒരാൾ ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അയാളുടെ ഏറ്റവും വലിയ ഹോബി മുസ്ലിങ്ങളെ കൊലപ്പെടുത്തുകയാണ്. അയാൾ 4 കോടി മുസ്ലിങ്ങളെയാണ് കൊന്നിട്ടുള്ളത്. അതാണ് ചെങ്കിസ് ഖാൻ. ഈ മനുഷ്യന്റെ പേരക്കുട്ടികൾ പിന്നെ മുസ്ലിമായി. അവർ ലോകത്ത് ചെയ്ത സേവനം പോലെ ഒരാളും സേവനം ചെയ്തിട്ടില്ല. ആര്? ചെങ്കിസ് ഖാന്റെ പേരക്കുട്ടികൾ. മനസ്സിലാകാൻ പറഞ്ഞത് ചെങ്കിസ് ഖാന്റെ പിൻതലമുറയാണ് ബാർബർ. ചെങ്കിസ് ഖാന്റെ പിൻതലമുറയാണ് മുടന്തൻ തൈമൂർ. ചെങ്കിസ് ഖാന്റെ പിൻഗാമികളാണ്. അവർ ചെയ്ത സേവനം പോലെ ലോകത്ത് ഒരു കാലത്ത് മുസ്ലിം സമുദായത്തിന് ഒരാളും ചെയ്തില്ല. ആരെ പേരമക്കൾ? ചെങ്കിസ് ഖാൻ. ചെങ്കിസ് ഖാൻ ആരാ? ചെങ്കിസ് ഖാൻ ഇസ്ലാം എന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ടുള്ളൂ ദേഷ്യം കൊണ്ട്. മനസ്സിലായ? മനുഷ്യനെ കൊല്ലാൻ ഒരു യന്ത്രവൽകൃത സൗകര്യവും ഇല്ലാത്ത കാലത്ത് 4 കോടി മുസ്ലിങ്ങളെയാണ് അയാൾ കൊലപ്പെടുത്തിയത്. അങ്ങനെ ചരിത്രം. വെട്ടിത്തീർക്കണമെങ്കിൽ എത്ര നേരമാണ്? അയാളുടെ പൗത്രനായ ഹൊലാഗ് ബഗ്ദാദിൽ മാത്രം 10 ദിവസം കൊണ്ട് 20 ലക്ഷം മുസ്ലിങ്ങളെ കൊന്നു. 13-ാം നൂറ്റാണ്ടിൽ. എന്താ പറഞ്ഞ? അയാളുടെ പൗത്രനായ ഹൊലാഗ് ബഗ്ദാദിൽ മാത്രം 10 ദിവസം കൊണ്ട്, ഒരു ജനുവരിയുടെ അവസാന വാരം മുതൽ ഒരു ഫെബ്രുവരി 10-ാം തീയതി വരെ ബഗ്ദാദിൽ മാത്രം കൊലപ്പെടുത്തിയത് 20 ലക്ഷം മുസ്ലിങ്ങളെയാണ് ഹൊലാഗ് കൊന്നത്. ബഗ്ദാദിലെ കൊട്ടാരത്തിൽ മുസ്ലിം ലോകത്തിന്റെ ഖലീഫയായിരുന്ന അൽ മുഅ്തസിം ബില്ലയെയും കൊന്നു. മുഅ്തസിം ബില്ലയെ കൊല്ലാനൊരുങ്ങിയപ്പോൾ അവരുടെ ഒരു പുരോഹിതൻ പറഞ്ഞു അത്രേ, മുസ്ലിം ഖലീഫയുടെ രക്തം ഭൂമിയിൽ വീണാൽ ഭൂമിയിൽ ആപത്ത് സംഭവിക്കും. അപ്പോൾ ഹൊലാഗ് പറഞ്ഞു, എന്നാൽ ഖലീഫയുടെ തല പട്ടിൽ പതിഞ്ഞ് കൊന്നോളൂ. നൽകുന്നു. രക്തം ഭൂമിയിൽ വീഴേണ്ട, എന്നാൽ കൊല്ലണം. എന്താ പറഞ്ഞ? മനസ്സിലായോ? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അയാളുടെ നേരെ പൗത്രനാണ് ഹൊലാഗ് ഖാൻ. ചെങ്കിസ് ഖാന്റെ പൗത്രനാണ് ഹൊലാഗ് ഖാൻ. BC 13-ാം നൂറ്റാണ്ടിൽ ഏകദേശം 10 ദിവസത്തിനുള്ളിൽ ബഗ്ദാദിൽ മാത്രം കൊന്നത് 20 ലക്ഷം മുസ്ലിങ്ങളെയാണ്. അവരുടെ പിൻതലമുറ പിന്നെ മുസ്ലിം ലോകത്തിന് ഏറ്റവും ഒരു ഉപകാരികളായി. മുഹമ്മദ് പേരുകൾക്കുമായി തന്നെ പൊട്ടിക്കഴിയുന്ന ആളുകളായി. അവരുടെ പിൻതലമുറയാണ് ആര്? അവരുടെ പിൻതലമുറയാണ് ആര്? ഷാജഹാന്റെ മകനായ ഔറംഗസീബ്. അയാൾക്ക് മുഹമ്മദ് എന്നെ ഒരു വേലക്കാരനുണ്ടായിരുന്നു. ആ വേലക്കാരനെ വിളിക്കണമെങ്കിൽ ഉളു കൊടുക്കും. എന്തുകൊണ്ട്? മുഹമ്മദ് എന്നെ വാക്കുച്ചരിക്കണമെങ്കിൽ ഉളു കൊടുക്കണമെന്നായിരുന്നു അയാളുടെ വിശ്വാസം. ആരുടെ? ഔറംഗസീബിന്റെ. അയാളെ വലിയ അപ്പയാണ് ആര്? ചെങ്കിസ് ഖാൻ. അയാളാണ് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രു. ഇന്ന് ഇസ്ലാമിനെ ആക്ഷേപിക്കുന്നവരുടെ പേരമക്കൾ മുഹമ്മദ് എന്ന പേര് കേട്ടാൽ പൊട്ടിക്കരഞ്ഞ് ഭൂമിയിൽ വീഴും. അങ്ങനെയല്ലാതെ ഈ ചരിത്രം അവസാനിക്കുകയില്ല. ഇത് ഭൂമിയാണ് എന്ന് ചിന്തിക്കണം. ഭൂമിയിലെ ആദ്യത്തെ ആളും നിങ്ങളല്ല, ഭൂമിയിലെ അവസാനത്തെ ആളും നിങ്ങളല്ല. അതുകൊണ്ട് ചിന്തിക്കുക. എന്തിന് പേടിക്കുക? ഇതിന് പ്രശ്നം. അതുകൊണ്ട് അല്ലാഹു അലൈഹി തവക്കലു ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് على النبي صلى الله لا إله إلا الله حسبي ربي جل الله.
സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു لا إله إلا الله محمد رسول الله لا إله إلا الله لا إله إلا الله محمد رسول الله 145-ാമത്തെ പ്രഭാഷണവും നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിച്ചിരിക്കുന്നു. അൽ ഫാത്തിഹ.